നമസ്കാരം. അന്യോന്യത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്ന് ദേവികുളം MLA സഖാവ് S. രാജേന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. താങ്കൾ ഒരു വിവാദത്തിൻ്റെ മധ്യത്തിൽ പെട്ടിരിക്കുകയാണ്. താങ്കൾ ഇടുക്കിയിൽ ഭൂമി കയ്യേറ്റക്കാരനാണ് എന്നാണ് വാർത്തകളും കിംവദന്തികളും പറയുന്നത്. ഒപ്പം തന്നെ താങ്കളുടെ ഭൂമിക്ക് പട്ടയമില്ല, കയ്യിലുള്ള രേഖ വ്യാജരേഖയാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വരുന്നു. എന്തു പറയുന്നു? ഇതെല്ലാം അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ പ്രചരണങ്ങളും പുതിയ തലമുറകൾ പണ്ടത്തെ ചരിത്രങ്ങൾ അറിയാത്തത് കൊണ്ട് ഇന്നത്തെ മാധ്യമങ്ങളിൽ വായിക്കുന്നത് മനസ്സിലാക്കുന്നത് കൊണ്ട് താൽക്കാലിക ഒരു കാര്യമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് ചോദിക്കാം. എത്ര സെൻറ്റ് ഭൂമിയുണ്ട് അവിടെ? വാസ്തവം പറഞ്ഞാൽ എനിക്കവിടെ ഒരു 8 സെൻറ്റ്. ഇപ്പോൾ മിനിഞ്ഞാന്ന് അവിടെ റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ 8 സെൻറ്റിൽ നിന്നും കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. അയൽവാസികൾ കുറച്ച് അപ്പുറത്തെ എടുത്തിട്ടുണ്ടാവും. കടലാസിൽ 8 സെൻറ്റ്, ശരിക്കും 8 സെൻറ്റ് ഇല്ല, ഇപ്പം നിലവിലില്ല. അളന്നപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് മൂന്നാറിൽ KDH വില്ലേജിൽ തന്നെയാണ്. അതെ. ആ ഭൂമിക്ക് പട്ടയം ഇല്ല. അത് ശരിയായ വാർത്തയല്ല. എൻ്റെ 8 സെൻറ്റ് ഭൂമിക്ക് സർക്കാർ 3 രൂപ വില വാങ്ങിച്ചിട്ടാണ് പട്ടയം തന്നിട്ടുണ്ട്. അതിന് സ്കെച്ചുണ്ട്. അതിനുശേഷം 2000 അതായത് 96 അപേക്ഷ വെക്കുന്നു. അതിനു മുമ്പ് മുൻഗാമികളുടെ ഭൂമിയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് പാൽ കൊണ്ടുപോയ പാത്രം വെക്കാറുണ്ട്. ചിക്കരി കൃഷി ചെയ്ത ആളുകളാണ് ഞങ്ങൾ അവിടെ. ഇപ്പോഴും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ, അതായത് അപ്പൂപ്പൻ, അവർ കൃഷി ചെയ്ത 25 ഏക്കറോളം ഭൂമി എലിക്കാരൻ മൊട്ടെന്ന് അറിയപ്പെടുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്. പെരിയവാര ടോപ്പിൻ്റെ അടുത്ത്. ആർക്ക് വേണമെങ്കിലും ഇത് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത്രയും കൃഷിഭൂമിക്കകത്ത് കൃഷി ചെയ്യുകയും ആ കൃഷി വിളവുകൾ എടുത്തു വെച്ചിരുന്ന കാലമാണ്. വണ്ടിക്ക് പോകാനുള്ള സൗകര്യത്തിന് ഈ സ്ഥലത്ത് രാത്രിക്ക് താമസിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കാലങ്ങളായി ഉപയോഗത്തിലിരുന്ന ഭൂമിയാണ്. 90 കാലഘട്ടത്താണ് അവിടെ ഒരു ഇരുന്ന ഷെഡ് മാറ്റി നിർത്തി. ഷെഡ് എന്ന് വെച്ചാൽ അന്നത്തെ കുടിയിൽ മാറ്റിയിട്ട് പുതിയതായി വെക്കുന്നു. ആ കുടുംബത്തിന്റെ ചരിത്രത്തിലേക്ക് ഞാനൊന്ന് പോട്ടെ. അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ, അതായത് അന്ന് ബ്രിട്ടീഷുകാരന്റെ കാലം. മുത്തച്ഛനല്ല, മുതുമുത്തച്ഛൻ. അദ്ദേഹം ഇടുക്കിയിൽ വരുമ്പോ തമിഴ് വംശജരാണല്ലോ, നിങ്ങൾ തമിഴ്നാട്ടുകാരാണല്ലോ. അതെ. അദ്ദേഹം ഇടുക്കിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ ഒന്നും കാലത്തായിരിക്കില്ല, അതിനു മുമ്പാണ് പറഞ്ഞു കേട്ടുള്ള. അവിടെ വന്നിട്ട് ഈ ഭൂമിയിലാണോ താമസിച്ചത്? അതായത് അന്ന് ഈ പെരിയവാര എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ തന്നെ ഫോർമേഷൻ ഞങ്ങളുടെ ഫാമിലി ആയിരുന്നു. അങ്ങനെ ഇപ്പോഴും എൻ്റെ അനിയന് ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ട്. ആദ്യമായിട്ട് ആ തോട്ടമാക്കി മാറ്റുന്ന തൊഴിലാളികളിൽ ഒരാളായിരുന്നു ഈ മുതുമുത്തച്ഛൻ. മാത്രമല്ല, കേരളത്തിനോടൊപ്പം മൂന്നാർ നിലനിൽക്കുവാൻ സമരം ചെയ്തിട്ടുള്ള, അന്ന് ഒപ്പം നിന്നിട്ടുള്ള, ഗണപതിയുടെ കൂടെ നിന്ന് സമരം ചെയ്തിട്ടുള്ള ആളുകളിൽ ഞങ്ങളുമുണ്ട്. എൻ്റെ ഈ അമ്മയുടെ അച്ഛനുണ്ട്. ചിക്കരി എന്ന് പറയുന്ന ഒരു കൃഷി, ഈ കാപ്പി ചേർക്കുന്നത്, ആ കൃഷി ഉണ്ടായിരുന്നു. ആ കൃഷിയാണ് ഈ 10-25 ഏക്കറിൽ അവിടെ. അതാണ് എലിക്കാരൻ മൊട്ടെന്ന് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട് എലികൾ അവിടെ കുളിച്ചിടാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നിങ്ങൾ നടത്തിയിരുന്ന ചിക്കറി കൃഷിയുടെ ആ ഉൽപ്പന്നം, കിഴങ്ങ് കൊണ്ടുവന്ന് വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പൊ താമസിക്കുന്ന ഭൂമി. അതിന്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് അത് എങ്ങനെ താങ്കളുടെ കയ്യിലെത്തി? അത് എൻ്റെ മാമൻ അവരുടെ ആയിരുന്നു. പിന്നെ മാമൻ ഫീൽഡ് ഓഫീസറായി പോയി. പിന്നെ അതങ്ങനെ നോക്കാറില്ല. വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. ഞാൻ രാഷ്ട്രീയ രംഗത്ത് വന്നു. പൊതു വിഷയത്തിൽ വന്നപ്പോൾ വീട്ടിൽ ഇച്ചിരി അഭിപ്രായ വ്യത്യാസം. എന്തുകൊണ്ട്? അച്ഛൻ INTUCയുടെ സെക്രട്ടറി ആയിരുന്നു. അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ചില പ്രശ്നങ്ങൾ, കുടിയേറ്റക്കാരായ ഇതുപോലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഇച്ചിരി പ്രയാസങ്ങൾ, അസൗകര്യങ്ങളുണ്ടായിരുന്നു. അതിനെതിരെ സ്വാതന്ത്ര്യമായി ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ സമരവും കാര്യമായിട്ട് വന്നപ്പോഴാണ് ഇക്കയെ പരിചയപ്പെടുന്നത്, V. അബ്ദുൽ ഖാദറെ. അങ്ങനെയാണ് ആ പ്രദേശത്ത് ഈ ആഫീസിൽ പാർട്ടിയൊക്കെയായി അന്ന് വരദനുണ്ടായിരുന്നു MLA. അങ്ങനെ കടന്നുകൂടി ജി വരദൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പം ആ നിലയിലേക്ക് അംഗൻവാടി സെൻ്ററുകൾ ആ രൂപത്തിലേക്ക് കുറേ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ വന്ന സന്ദർഭത്തിലാണ് വീട്ടിലെ അഭിപ്രായ വ്യത്യാസം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയപ്പോൾ, താങ്കളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയപ്പോൾ അച്ഛനൊക്കെ എതിർത്തു. അച്ഛൻ എതിർത്തു. അതായത് ഇക്ക വരെ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ആഹാരം കഴിക്കാതെ പോയി. അപ്പം ഞാൻ ഇക്കയെ ഇരുട്ടത്ത് മൂന്നാറിൽ കൊടുന്ന് വിടാൻ വരുമ്പോൾ ചോദിച്ചു, ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഞങ്ങൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് വെച്ചു, പക്ഷേ ഇക്ക ആഹാരം കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, V. അബ്ദുൽ ഖാദർ, അദ്ദേഹം പറഞ്ഞു, എടാ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതല്ലല്ലോ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി പറയാനും ഒരു കമ്മിറ്റി കൂടാനും കമ്മിറ്റി എടുക്കാനും വന്നതാണല്ലോ. അത് നടന്നില്ല. അത് നടക്കുന്ന ദിവസം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു.
അപ്പോൾ അന്ന് മുതൽ എനിക്ക് കുറച്ചുകൂടി ഊന്നൽ വന്നു. അപ്പം ഞാൻ, എൻ്റെ അനിയൻ, ഇപ്പം അങ്ങനെ കുറച്ച് ആളുകളെല്ലാം കൂടി ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ രൂപത്തിലോട്ട് പോയി. അന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അടിയും ബഹളമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ആ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണെന്ന് അച്ഛൻ സ്വാഭാവികമായും കരുതി. അപ്പോൾ എന്നോട് മിണ്ടത്തില്ല. അച്ഛൻ കിടന്നതിന് ശേഷമാണ് ഞാൻ രാത്രി വീട്ടിൽ കയറുക, ഭക്ഷണം കഴിക്കുക. അച്ഛൻ രാവിലെ ആ തൊഴിലാളികൾക്ക് മസ്റ്ററിൽ ചെന്ന് ചിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പോകും. ആ സമയത്തിനുള്ളിൽ കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് ഞാൻ പുറത്തിറങ്ങും. ഇങ്ങനെ പോയ കാലത്തിൽ മാനസിക പ്രയാസം. അന്നേരമാണ് എന്നാൽ പിന്നെ ഇവിടെ കിടക്കാമെന്ന് അമ്മയൊക്കെ ആലോചിച്ചിട്ടാണ് മാമൻ്റെ കയ്യിൽ ഇരുന്ന ഈ അവകാശ സ്വത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. അത് ഏത് സമയത്താണ് കയ്യിൽ വരുന്നത്? അത് സ്ഥിരമായി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കാൻ തുടങ്ങുന്നത് 90-ലാണ്. മാമന്റെ കയ്യിൽ നിന്ന് ഇത് അതെ കിട്ടി 90. മാമനോട് അപ്പോൾ ഫീൽഡ് ഓഫീസറായിരുന്നു. എന്നാണ് ഈ രേഖ ഉണ്ടാക്കിയത്? രേഖകൾ എന്ന് പറയുന്നത് അതിന് മുമ്പ് മുതലേ ഉണ്ട്. അതിന് മുമ്പ് വീട് കറം അടയ്ക്കുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ. അത് ആരുടെ പേരിലായിരുന്നു? മാമന്റെ പേരിൽ ആയിരുന്നു. അതായത് വീട്ടു നമ്പർ മറ്റുമൊക്കെ മാമന്റെ പേരിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ പേരിലോട്ട് വന്നു. പുള്ളി അവിടെ നിന്ന് വാൾപ്പാറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയി. അപ്പോൾ ടൗണിൽ ഞങ്ങൾക്ക് ഹോട്ടൽ കടയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അച്ഛൻ വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ മാമനക്ക് അവർക്കെല്ലാം പ്രയാസം വന്നു. അമ്മ ആവശ്യപ്പെട്ടത് പ്രകാരം ഇതെങ്കിലും നിൻ്റെ പേരിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാമൻ തന്നതാണ്. അങ്ങനെ അച്ഛൻ്റെ പേരിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ടാണ് അമ്മ എന്നോട് പറഞ്ഞു, നീ എന്നാൽ പിന്നെ അവിടെ പോയി വീട് വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു, വീട് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കേസ് കാര്യങ്ങളൊക്കെ EB ആയിട്ടുണ്ടായി. ആ 10 സെൻറ്റിൽ നിന്ന് 2 സെൻറ്റ് ആ കേസ് അത് വിട്ടേക്കാൻ പറഞ്ഞു. കോടതി വിട്ടു. അത് തൊട്ടില്ല. ആ 2 സെൻറ്റ് വിട്ടതിൽ ഇപ്പോൾ വേറെ ആൾ താമസിക്കാമെന്ന് വെച്ചാൽ വീട് വെച്ചു. അപ്പം നമുക്ക് ആ 8 സെൻറ്റ് എന്നുള്ള മട്ടിൽ അന്ന് മുതൽ നിന്നു. അന്ന് എനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് വീട് കിട്ടിയത്. ആ വീടാണ് ഇന്നും ഉള്ളത്. ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഇപ്പോഴും ഉണ്ട്. ആ നിലയിലാണ് ഈ 8 സെൻറ്റിൽ 96-ൽ പട്ടയത്തിന് അപേക്ഷിക്കുന്നത്. 99-ൽ പിന്നെയും അപേക്ഷ വെച്ചു. ആ 99 അസൈൻമെൻറ്റ് കമ്മിറ്റിയിലേക്കാണ് എൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നത്. പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ 3 രൂപ ചെല്ലാൻ അടയ്ക്കുകയും ചെയ്തു. അസൈൻമെൻറ്റ് ഓർഡർ 12 ഒരു തഹസിൽദാർ ഒപ്പിട്ടു. അസൈൻമെൻറ്റ് ഓർഡർ ഒരു താമോദരൻ എന്ന് പറയുന്ന തഹസിൽദാർ ഒപ്പിട്ടു. പിന്നെ 2001 മെയ് മാസം 30-ാം തീയതിയാണ് എനിക്ക് പട്ടയം കിട്ടുന്നത്. അത് കിട്ടി. പക്ഷേ അങ്ങനെ ഒരു അസൈൻമെന്റ് കമ്മിറ്റി ചേർന്നിട്ടില്ല എന്നോ ഒക്കെ പിന്നീട് വിവരാവകാശ രേഖകളുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് സാധുവല്ല എന്ന് പറയുന്നു. ആ വാദത്തെക്കുറിച്ച് എന്ത്? ആ വാദത്തിൽ മീഡിയക്കാരുടെ വാദഗതിയും എതിർചേരിയിലെ രാഷ്ട്രീയക്കാരുടെ വാദവും ശരിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2000 ആകുമ്പോഴത്തേക്കും LDFിൻ്റെ ഗവൺമെൻറ് കാലാവധി തീർന്നു. UDFിൻ്റെ ഗവൺമെൻറ് വന്ന എനിക്ക് പട്ടയം കിട്ടിയ അവസരത്തിൽ ഈ കമ്മിറ്റി കൂടിയിട്ടില്ല. പട്ടയ നടപടിക്രമങ്ങൾ മഹജർ തയ്യാറാക്കി കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ വന്ന് ചേരുമ്പോഴാണ് അത് അനുവദിക്കുക. അങ്ങനെ 96 മുതലും 99-ലും നടന്ന പ്രോസസ്സിൻ്റെ ഭാഗമായി അന്ന് നടത്തിയ യോഗത്തിൻ്റെ ബലനായി കിട്ടുന്ന പട്ടയം പിന്നീടാണ്. പട്ടയം കൊടുത്തിട്ടല്ല കമ്മിറ്റി കൊടുക്കുക. സാങ്കേതിക പ്രശ്നം അവിടെയാണ്. പട്ടയം കൊടുത്തതിന് ശേഷമല്ല കമ്മിറ്റി കൊടുക്കുക. കമ്മിറ്റി അതിന് മുൻപ് കൂടിയതിന് ശേഷമാണ് ഈ പൈസ നമ്മൾ അടയ്ക്കാനും അസൈൻമെൻറ്റ് ഓർഡർ കിട്ടുകയും പട്ടയം കിട്ടുകയും ചെയ്യുക. അത് തന്നെ 1 കൊല്ലം പിടിച്ചല്ലോ എനിക്ക്. പിന്നീട് ആ പട്ടയത്തിൽ അത് എതിർ നടപടി വന്നപ്പോൾ താങ്കൾ കോടതി പോയിരിക്കുകയാണ്. അങ്ങനെയല്ല. 2003-ൽ രാജൻ മതേക്കറുടെ റിപ്പോർട്ടിൽ പരാമർശം വന്നു. അന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേര് വന്നപ്പോൾ രാജൻ മതേക്കർ പറഞ്ഞു 8 സെൻറ്റിൻ്റെ കൂടെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് എന്നും പറഞ്ഞുള്ള ഒരു പരാമർശം താങ്കൾക്ക് KSEBിയുടെ ഭൂമിയും അഡ്ജൻറ്റ് വിത്ത് 8 സെൻറ്റ് എന്നും പറഞ്ഞാണ് ആ വാക്ക്. അതിലും 8 സെൻറ്റ് ഇല്ലെന്നും പറഞ്ഞിട്ടില്ല, അത് ഫോർജറിയാണെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. 8 സെൻറ്റിനോട് KSEBിയുടെ ലാൻഡ് കിടക്കുന്നു എന്നാണ്. അപ്പോൾ രാജൻ മതേക്കർ ആ റിപ്പോർട്ട് നല്ലപോലെ മനസ്സിലാക്കാതാണ് റിപ്പോർട്ട് എഴുതിയത്. അത് അസൈനബിൾ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അന്ന് അദ്ദേഹം പരിശോധിച്ചിരുന്നെങ്കിൽ ഈ വാദഗതി അവിടെ ഇല്ല. പരിശോധിക്കാതെ അങ്ങനെ വന്നു. ആ നിലയിൽ വന്നതിന് ശേഷം ഞാൻ എനിക്കൊരു മെമ്മോ തന്നു ഹാജരാകണമെന്ന്. ഞാൻ ഹാജരായി, രേഖകൾ കൊടുത്തു, പരിശോധിച്ചു. എൻ്റെ ഫയലടക്കം അവർ കൊണ്ടുപോയി. അന്ന് പിന്നെയും ഞാൻ അത് ഇങ്ങനെ തുടർന്നിരുന്നു വിട്ടു. പിന്നീടാണ് ഈ പ്രശ്നം MLA ആയതിനു ശേഷം 2007-ൽ ഈ ഇഷ്യൂ വീണ്ടും വരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ എന്ന് ചോദിച്ചു ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് കത്ത് കൊടുത്തു.
2009 കത്ത് വാങ്ങിച്ചിട്ട് അവർ പറഞ്ഞു ഇന്ന കേസ് നിങ്ങളുടെ പേരിൽ നോട്ടീസ് അയച്ചിരുന്നത് ശരിയാണ്, പക്ഷേ അതിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയില്ല. നിങ്ങളുടെ അന്വേഷണത്തിലും മൊഴിയിലും ഞങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങളുടെ മൊഴിയിലും കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് രേഖാമൂലം തന്നു. അത് ഇന്നലെ ഞാൻ സഭയിൽ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ റെഗുലറൈസ് ചെയ്യണമെന്ന് കലക്ടർ കത്ത് കൊടുത്തു. അന്നേരം അവർ പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും 2010 3400 പേർക്ക് പട്ടയം കൊടുത്തു. അതിൽ എന്നെ ചുറ്റിലും 95 പേർക്ക് പട്ടയം കൊടുത്തു. അതിൽ എൻ്റെ പട്ടയം ഇങ്ങനെ നേരത്തെ 2000 കൊടുത്തത് കൊണ്ട് ഇങ്ങനെ ചുറ്റിലുമുള്ളതല്ല 103 167 ഫ്ലോട്ട് നമ്പറിൻ്റെ ഇടയ്ക്കും അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തും സ്ഥിതി ചെയ്യുന്ന രാജേന്ദ്രൻ MLA സ്ഥലം പുറമ്പോക്കും തരസും പട്ടയം കൊടുക്കാവുന്ന ഭൂമിയുമാണ്. പട്ടയം കാണുന്നു, എന്നാൽ പോക്കുവരവ് ഉണ്ടായിട്ടില്ല. എന്നാൽ എൻ്റെ ഭൂമി പോക്കുവരവ് ചെയ്ത് ആദ്യമായി 2001 കോടതിയിൽ ഒരാൾക്ക് ജാമ്യം എടുത്തു, ആദ്യത്തെ രസീത്. അപ്പം ഈ നിലയിൽ എഴുതിയതിന് ശേഷം പറഞ്ഞു ഈ ഫയൽ കാണാനില്ല. അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ സർവേ നമ്പർ 843 അല്ല, 912 ഇത് രണ്ടും പറയേണ്ടതും പറയുന്നതും ഈ ഫയൽ കാണേണ്ടതും ഇത് നോക്കേണ്ടതും എല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്, എൻ്റെ ബാധ്യതയിൽപ്പെട്ടതല്ല. അപ്പോൾ താങ്കൾ എന്താ പറയുന്നത്? താങ്കളൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ആയതുകൊണ്ട് താങ്കൾക്കെതിരെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും നീങ്ങിയോ? എന്തുകൊണ്ട് ഈ ഫയല് കാണാതായി? എന്തുകൊണ്ട് ഒരിക്കൽ ആ ഭൂമിയുടെ രേഖ വെച്ച് ജാമ്യം എടുത്തിട്ട് പിന്നീട് ആ ഭൂമി പോക്കുവരവില്ല എന്ന് പറയുന്ന നിലയിലും പട്ടയമില്ല എന്ന് പറയുന്ന നിലയിലും ഗൂഢാലോചനയുണ്ടോ താങ്കൾക്ക്? ഇതിന് ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഈ മൂന്നാറിൻ്റെ ഭൂമി വെച്ച് ജീവിക്കുന്ന ഒരു സെറ്റ് പരിസ്ഥിതിവാദികളുണ്ട്. അത് ഞാൻ ഇന്നലെ ഈ സഭയിൽ പറഞ്ഞു. അത് എൻ്റെ ഒരു കാര്യമായി കണക്കാക്കിയാൽ പോരാ. LDF ഗവൺമെൻറ് കാലത്ത് മാത്രമാണ് പട്ടയം കൊടുക്കുക. UDF ഗവൺമെൻറ് കാലത്ത് പട്ടയം കൊടുക്കത്തുമില്ല, പകുതി പട്ടയം തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഇത് 1177 1980 മാങ്കുളം പട്ടയം കൊടുത്തതും പിന്നീട് വന്നിട്ടുള്ള ചരിത്രങ്ങളും പരിശോധിച്ചാൽ അറിയാം. ഞാൻ ആ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പിന്നീട് ഇതിനു വേണ്ടി വാദിക്കുന്നതാണ് മൂന്നാർ ടൗണിൻ്റെ പട്ടയം കൊടുക്കണമെന്നുള്ള വാദഗതി അപ്പോഴാണ് ഉയർന്നത്. ആ രൂപത്തിലേക്കുള്ള പട്ടയവാദഗതിയും പട്ടയം നൽകണമെന്നും പട്ടയം കിട്ടിയിട്ട് കറമടയ്ക്കാതെ കിടക്കുന്നവർക്കും എന്നെപ്പോലെ ആയിരക്കണക്കിനുണ്ട്. പട്ടയം കിട്ടിയവർക്ക് ഫയൽ കാണാതെ പോയ ആളുകൾ ആയിരക്കണക്കിനുണ്ട്, ഒരുപാട് പേരുണ്ട് സാധാരണക്കാരനായിട്ട്. അവിടെ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണോ കുടിയേറിയത് അതുപോലെ കുടിയിറങ്ങണം എന്നുള്ള ഉള്ളിലിരിപ്പ് വെച്ചുകൊണ്ടാണ് PT തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ പരിതസ്ഥിതിവാദികളായി ജോൺ പെരുവന്താനം മറ്റ് ചില ആളുകളുമുണ്ട്, അവരെല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ആ രൂപത്തിലേക്കൊരു വലിയ നിൽക്കുമ്പോൾ ഇതിനെതിരെ ശബ്ദിക്കുന്നത് സമരം ചെയ്യുന്നത് എന്നുള്ള പാർട്ടി CPM ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ നേതാക്കളുണ്ടെങ്കിലും അറിയപ്പെടുന്ന ആൾ MLA എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സ്ഥാനമാനമില്ലാത്ത ഒരാളുടെ പേര് പറയുന്നേക്കാൾ സ്ഥാനമുള്ള ഒരാളുടെ പേര് പറയാം. എന്നാൽ കോൺഗ്രസ്സിൽ ഇത്തരത്തിൽ ആളുകൾക്ക് നേതാക്കന്മാർക്ക് ആർക്കും ഭൂമി ഇല്ലാഞ്ഞിട്ടല്ല, 300 ഏക്കർ വരെ ഭൂമിയുള്ളവരുണ്ട്. ബാബു കുര്യാക്കോസ് PT തോമസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവരുടെ ഗവൺമെൻറ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉയർത്താറില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം തുടർന്ന് വന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ്. എന്നാൽ എനിക്ക് വേണമെങ്കിൽ 2010 3400 പേർക്ക് 10 സെൻറ്റ് വെച്ച് ഭൂമി കൊടുത്തപ്പോഴും 5 സെൻറ്റ് ഭൂമി കൊടുത്തപ്പോഴും എന്നെ ചുറ്റിലും എല്ലാവർക്കും പട്ടയം പതിച്ചു കൊടുക്കാൻ സർവേ നമ്പറായി അവർക്ക് പതിച്ചു കൊടുത്തപ്പോഴും എനിക്ക് റെഗുലറൈസ് ചെയ്യാമായിരുന്നു. ഞാൻ ഒരു മന്ത്രിയും കണ്ട് അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല. അത് എൻ്റെ രാഷ്ട്രീയമാണ്, എന്നെ പഠിപ്പിച്ചതാണ്. UDF ഗവൺമെൻറ് വന്നു 2011. ഒരു ദേവദാസ് എന്ന് പറഞ്ഞ കളക്ടർ ഉണ്ടായിരുന്നു. അങ്ങാറ് ഹിയറിംഗ് നടത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, എന്നാൽ തിരുവഞ്ചൂർ കളക്ടറായി നീ തുടരണമെങ്കിൽ അത് ഫോർജറിയാണെന്ന് എഴുതണം എന്ന് പറഞ്ഞു. താങ്കൾ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. അന്നത്തെ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂര് നേരിട്ട് കളക്ടറോട് പറഞ്ഞു എന്ന് അല്ല, എൻ്റെ മുമ്പിലല്ല, പിന്നീട് ഞാൻ തിരുവഞ്ചൂർ അറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും തിരുവഞ്ചൂറും കൂടി സംസാരിച്ചു. അപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞിട്ടില്ല, ദേവദാസൻ എന്ന കലക്ടർ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും അങ്ങനെയാണേലും ദേവദാസൻ എന്നോട് ഇത് പറയേണ്ട കാര്യമില്ല തന്നെ, അത് അവർ തമ്മിലുള്ള കാര്യമാണ്. അപ്പം അടൂർ പ്രകാശാണ് അന്ന് റവന്യൂ മിനിസ്റ്റർ. അപ്പീൽ കൊടുത്തിട്ട് ഞാൻ അടൂരോട് പറഞ്ഞു, എൻ്റെ കേസ് ഇങ്ങനെ വരുന്നുണ്ട്, ഒന്ന് വസ്തുതാപരമായി നിയമ ആനുകൂല്യം എനിക്ക് കിട്ടിയാൽ മതി പറഞ്ഞു. അങ്ങനെ ആനുകൂല്യം അദ്ദേഹം പറഞ്ഞപ്പോൾ മോഹൻദാസ് അദ്ദേഹത്തിനോട് പറഞ്ഞെന്ന് കേട്ട് തൊട്ടാ കൈകൊള്ളുമെന്ന് പറഞ്ഞെന്ന്.
അപ്പോൾ ഞാൻ എന്താ നിനക്ക് അവരുമായിട്ട് വൈരാഗ്യം എന്താണെന്ന് എന്നോട് അടൂർ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് കേട്ടെ, നിയമം ഇവിടെയെങ്കിലും കോടതിയിലുണ്ടല്ലോ. മോഹൻദാസിനും എനിക്കുള്ള വിരോധം ഇതാണ്. മൂന്നാർ ആദ്യമായി VS-ൻ്റെ കാലത്ത് ഇടിക്കാൻ വന്നപ്പോൾ അയാളാണ് ഉൾപ്പെടാൻ നിന്നത്. അതിൻ്റെ വൈരാഗ്യം വളരെ മോശമായി. സുരേഷ് കുമാറിന് പറഞ്ഞതിനേക്കാളും മോശമായി. സുരേഷ് കുമാർ നടപടിയെടുക്കാൻ ഉത്തരവിട്ട ആളേ ഉള്ളൂ, ഇയാൾ നിന്ന് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം അങ്ങേരോട് എനിക്കുണ്ട്. എനിക്ക് ഈ ഒരു 8 സെൻറ്റ് അല്ലല്ലോ കാര്യം. എനിക്ക് നയപരമായും നിയമപരമായും സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ നയവുമാണ് എനിക്ക് പ്രധാന വിഷയം. അതുകൊണ്ട് എനിക്കിതല്ലാതെ മുമ്പോട്ട് പോകുകയല്ലാതെ വേറെ എന്താ മാർഗം? താങ്കൾ പക്ഷേ നിയമസഭയിൽ പറഞ്ഞത് എനിക്ക് 8 സെൻറ്റേ ഉള്ളൂ, അതിങ്ങനെ എനിക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണ്, അതിന് രേഖയുണ്ട്, രേഖയിലുള്ള പ്രശ്നങ്ങൾ തീർക്കുകയാണ് വേണ്ടത്, പക്ഷേ ആ ഭൂമി വേണമെങ്കിൽ വിട്ടുതരാൻ ഞാൻ തയ്യാറാണ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയല്ല, ഇത് എനിക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, പൂർവികമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയാണ്, അവിടെ കടലാസുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ശരിയാക്കി തരണം, ഞാനിവിടെ നിന്ന് ഒഴിഞ്ഞു മാറില്ല എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് ഇത് വിട്ടുകൊടുക്കും എന്ന് പറയുന്നത്? ഉദ്ദേശം എന്തായിരുന്നു? EMS-ൻ്റെ ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടാൻ എങ്ങനെ അവകാശം വന്നു? തോട്ടം തൊഴിലാളികൾക്ക് EMS-ൻ്റെ ഗവൺമെൻറ് കാലത്ത് 500 ഏക്കർ ഞങ്ങൾക്ക് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. KDH വില്ലേജും തോട്ടം മേഖലയും ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിക്കകത്ത് ഇരിക്കുന്ന ഞങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങോട്ട് പോകണം? അപ്പോൾ ബാക്കിയുള്ളവരുടെ മാനദണ്ഡം നിശ്ചയിച്ചിട്ട് വേണ്ടേ അവിടെ ജനിച്ച ആളും വളർന്നയാളും ഉള്ള ആളുകൾക്ക് നോക്കാൻ. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ 8 സെൻറ്റ് അല്ലല്ലോ ഒരു വലിയ പ്രശ്നം. 8 സെൻറ്റ് പ്രശ്നം ഒളിവായി കിട്ടിയാൽ കയ്യേറ്റത്തിൻ്റെ പ്രശ്നം തീരുവോ? 57 വിട്ടുതരാമെന്നാണ് പറഞ്ഞത്. അതാൻ്റെ ഉള്ളിൽ MLA ആയി വന്ന കാലം മുതൽ പ്രസംഗിക്കുന്ന എല്ലാ സന്ദർഭത്തിലും 2 വാക്ക് പറയാറുണ്ട്. എൻ്റെ തനിയും ഇത് സുതന്ത്രദാഹം, എൻ്റെ മടിയും അടിമകളിൻ മോഹം. അടിമകളായി തുടരണോ, അത് എന്ന് തീരും. ഇത് എൻ്റെ എല്ലാ പ്രസംഗത്തിലും 2 വാക്കുകൾ ഞാൻ ചേർത്ത് ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ട്, ഉള്ള കാലവും പറയും. അങ്ങനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ഒരു പൗര അവകാശം സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനില്ലേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും എന്നെ സംരക്ഷിക്കാൻ ആ ഭൂമി താങ്കൾക്ക് തരേണ്ട ബാധ്യത സർക്കാരിനുണ്ട്, ഉണ്ടല്ലോ. എല്ലാവരുടെയും നിയമസംരക്ഷണം MLA എന്നുള്ളത് മാറ്റിവെക്കുക. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ കയ്യേറ്റക്കാരനാണ് എന്നൊക്കെയാണ് വാർത്തകളിലും കിംവദന്തികളിലും വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ആരാണ് എന്ന് പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. താങ്കളുടെ അച്ഛനും അമ്മയും അവരാരാണ്? അവരെന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഡിവിഷൻ പുതിയതായി രൂപീകരിക്കാൻ പെരിയവാർ എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിൽ തേയില പ്ലാൻ ചെയ്യാൻ കങ്കാണിയായി ആളുകളുമായിട്ട് വന്നവരാണ് എൻ്റെ മുൻഗാമികൾ. അതായത് അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അച്ഛനും പുള്ളിയുടെ അച്ഛനുമാണ് ഒരുമിച്ച് വരുന്നത്. അങ്ങനെ 3 സെറ്റ് ആളുകൾ വന്നു. 3 സെറ്റ് ആളുകളും പ്രഗത്ഭരായി 3 മേഖലയിലേക്ക് നിന്നു. നല്ലതിന് ഒരു സെറ്റ് നിന്നു, ലക്ഷ്മി ഭാഗത്ത് ഒരു സെറ്റ് നിന്നു, ഞങ്ങളിങ്ങനെ നിന്നു. അങ്ങനെ നിന്ന സെറ്റുകളിൽ അന്ന് കങ്കാണിമാരായ ആളുകൾക്ക് ശമ്പളം കൊടുക്കുകയും ജോലി ചെയ്യിപ്പിക്കുകയും തേയില കൊണ്ട് ഫാക്ടറിയിൽ കാളവണ്ടിയിൽ അടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത മുതലാണ് ഞാൻ പറഞ്ഞ കൃഷി അടക്കം അതിൻ്റെ മുഴുവൻ ആളുകളാണ് എല്ലാം ചെയ്തു വന്നത്. അത് കഴിഞ്ഞ് താങ്കൾ അച്ഛനും അമ്മയും ഒക്കെ താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ, അവരെന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? എൻ്റെ അച്ഛനും അമ്മയും ഞാനും തോട്ടം തൊഴിലാളി. ഞാൻ തോട്ടം തൊഴിലാളിയായി പെർമനൻ്റ് ആയില്ല എന്നുള്ളതേ ഉള്ളൂ. പഠിക്കുന്ന കാലത്ത് ജോലി അധ്വാനം എന്ന് പറയുന്നതും പഠനത്തിൻ്റെ ഭാഗമായി വരണം. തോട്ടം തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതെ, ഞങ്ങളുടെ എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു 1ാം ക്ലാസ് 2ാം ക്ലാസ് ഞങ്ങളുടെ ഡിവിഷനിൽ. പിന്നീട് SFIയുടെ പ്രവർത്തകനായി മാറി. SFIയുടെ പ്രവർത്തകനായി മാറി, DYFIയുടെ പ്രവർത്തകൻ, കർഷക തൊഴിലാളി, അങ്ങനെ നിരവധി ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി, അങ്ങനെ കുറേ കോളേജിൽ പഠിച്ചിരുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദീർഘകാലമായി 10 വർഷക്കാലമെങ്കിലും ഡിഗ്രി വരെ പഠിച്ചു. ഇതിനിടയിൽ വലുതായി കഴിഞ്ഞപ്പോൾ തോട്ടം തൊഴിലിൽ ഏർപ്പെട്ടതിന് ശേഷം വലുതായി കഴിഞ്ഞപ്പോൾ ടാക്സി ഡ്രൈവറായി മാറി. അത് പാർട്ടി അതായത് പഠനത്തിന് ശേഷം, പഠനത്തിന് മുമ്പാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എസ്റ്റേറ്റുകളിൽ ഇങ്ങനെ ജോലി ചെയ്തത്. രാഷ്ട്രീയ രംഗവുമായി ഇടപെട്ടപ്പോഴാണ് അച്ഛനമ്മയുമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നത്. അങ്ങനെ താഴോട്ട് ഇറങ്ങിയപ്പോൾ എങ്ങനെയും ഭക്ഷണം കഴിച്ച് പോകണ്ടേ. അപ്പോൾ DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഫുൾ ടൈം അതിൽ പോയതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടായില്ല. എന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് മറയൂരിലേക്ക് വിട്ടപ്പോൾ ആഫീസിൻ്റെ വാടക കൊടുക്കണം, ഞാനും ഭക്ഷണം കഴിക്കണം, ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും എന്തെങ്കിലും ചെയ്യണം. അന്ന് കോൺഗ്രസ് അല്ലാതെ വേറെ ഒരൊറ്റ ആളില്ലാത്ത മേഖലയായിരുന്നു. അപ്പോൾ പിന്നെ ആകെ കിട്ടി അന്ന് മമ്മി ഡാഡി എന്ന് പറഞ്ഞുള്ള ഒരു ബേക്കറി നല്ലപോലെ വണ്ടി 2-3 വണ്ടി അവർക്കുണ്ട്. അന്ന് പിന്നെ അങ്ങനെ വൈകിട്ട് കുറച്ച് നാൾ വൈകിട്ട് കിളിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും.
അങ്ങനെ പഠിച്ച് പിന്നെ അവർ അത് കഴിഞ്ഞിട്ട് ഡ്രൈവറായി തന്നെ ഒരു 5-6 വർഷം വൈകിട്ട് മാത്രം, പകലിൽ പാർട്ടി ജോലി ചെയ്യും, ബ്രാഞ്ചുകളുണ്ടെങ്കിൽ കൂടും. ഒരു 8 മണിക്ക് ശേഷം ഉടുമൽപേട്ട് പോകും. ഇൻ്റർസ്റ്റേറ്റാണ്, 43 കിലോമീറ്റർ. അവിടെ 9:30 സെക്കൻഡ് ഷോ തീരും, ഫസ്റ്റ് ഷോ തീരും. ആ ആളുകളെ തിരിച്ച് കൊണ്ടുവരും. ഇവിടെ നിന്ന് പോകുമ്പോൾ ആളുകളെ അവിടെ കൊണ്ടുവിടും. അവർ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പലചരക്ക് മറ്റ് പച്ചക്കറി വാങ്ങിച്ച് വെക്കും. സെക്കൻഡ് ഷോ ഇവിടെ വന്ന് ഫസ്റ്റ് ഷോ ആളുകളെ ഇവിടെ വിട്ടിട്ട് തിരിച്ച് അവിടെ പോയി സെക്കൻഡ് ഷോ ആളുകളെ എടുക്കുക, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പലചരക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവരിക. അങ്ങനെ വണ്ടി ഓടിച്ച് ഒരു 6-7 വർഷക്കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ MLA ഒക്കെ ആയപ്പോഴാണ് നിർത്തിയത്? അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി 2000 ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ചു. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ആയതിനു ശേഷമാണ് അത് നിർത്തി. ആദ്യമായി ഇടുക്കി തോട്ടമായി മാറ്റിയ ആളുകളുടെ കുടുംബത്തിൽ ജനിച്ച തൊഴിലാളിയായ പലതരത്തിൽ ജോലിയെടുത്ത് രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയ ഒരാളാണ് എന്നുമാണ്. താങ്കൾക്ക് ആ ഭൂമിയിൽ അവകാശമുണ്ട്, അത് തരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതല്ലേ താങ്കൾ പറയുന്നതിൻ്റെ ഒരു ചുരുക്കം? രേഖയെ സംരക്ഷിക്കേണ്ടത് ഞാനല്ല, തിരുത്തി തരേണ്ടത് അവരാണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തന്ന ഒപ്പിട്ട ആളുകളുണ്ടല്ലോ, ടൂളിന് ഒപ്പിട്ട ആളുണ്ടല്ലോ, ചെല്ലാൻ ഒപ്പിട്ട ആളുണ്ടല്ലോ, സർക്കാരിൽ കാശ് അടച്ചതിൻ്റെ കോപ്പി അവിടെയുണ്ട്, എൻ്റെ കയ്യിലുണ്ടല്ലോ. ഈ ആളുകളോട് ചോദിച്ചാൽ അവർ പറയുമല്ലോ. ഞാൻ ഒരു മറു ചോദ്യം ചോദിക്കാം. ഈ പറയുന്ന ഇത്രയും കോലാഹലം സൃഷ്ടിക്കുന്ന കോൺഗ്രസിൻ്റെ കാലത്തിൽ ഏതെങ്കിലും ഇത്തരത്തിൽ നടപടി എടുക്കാറുണ്ടോ? എടുക്കാറില്ല. സംരക്ഷണം എന്ന് LDF ഏറ്റെടുക്കുന്നത് കൊണ്ട് മാത്രം അതിനെ തുറങ്കം വെക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഒരു നാടകമാണ്. അതിനോടൊപ്പം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇനി ഇപ്പോൾ കയ്യേറ്റത്തിന് ഒളിപ്പിക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു. മാധ്യമങ്ങൾ, മാതൃഭൂമിയെ ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ വയനാട്ടിൽ അവർക്ക് എന്താണ് എന്നെക്കാളും 4 സെൻറ്റ് കുറവാണോ? അറിയാൻ മേല ഞാൻ ചോദിക്കുക. മാതൃഭൂമിക്ക് 4 സെൻറ്റ് കുറവാണ്. അപ്പോൾ അതല്ല അവരുടെ ലക്ഷ്യം. അവരെല്ലാം ഇപ്പോൾ പത്രമാധ്യമങ്ങളെ കുറ്റം പറയുകയില്ല, എല്ലാ മാധ്യമങ്ങളും അങ്ങനെയല്ല. പക്ഷേ ഒരു മണിക്കൂർക്ക് ഇത്ര രൂപ എന്നുള്ള നിലയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് പോലെയാണ് ന്യൂസ് അവർക്ക് പോകുന്നത്. അപ്പം ഞാൻ കയ്യേറ്റക്കാരനല്ല, ഞാൻ ആ മണ്ണിൻ്റെ സ്വന്തക്കാരനാണ്. ഞാൻ ഞാൻ തമിഴ് തന്നെയാണ്, പക്ഷേ കേരളീയനാണ്. കേരളത്തിലാണ് എൻ്റെ ജനനം, എൻ്റെ മുൻഗാമികൾ എല്ലാവരും ഇവിടെയാണ്. ഇതെല്ലാം വിട്ടു പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല. ബന്ധങ്ങളായിപ്പോയി. നമ്മളെയും വിശ്വസിക്കുന്നു, നമ്മളും വിശ്വസിക്കുന്നു. ഈ സ്നേഹബന്ധത്തിന് വിട്ട് പുറത്തു പോകാനാവില്ല. ആ സ്നേഹത്തിന് എന്തും നഷ്ടപ്പെടാൻ തയ്യാറാണ്. അതാ ഞാൻ പറഞ്ഞ 8 സെൻറ്റിൻ്റെ എന്ത് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനൊരു നീതിബോധം വേണ്ടേ? നിയമത്തിൻ്റെ അവകാശവും സൗജന്യവും എല്ലാവർക്കും കിട്ടുന്ന ആനുകൂല്യം ഒരു പൗരന് കിട്ടേണ്ട MLA വിടാം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കയ്യേറ്റം എന്ന് പറയുന്നതിന് അകത്ത് നിൽക്കുന്നതിൽ ഭൂമിയെ ഒറ്റിക്കൊടുത്ത് വിൽപ്പന നടത്തുന്ന ആളുകളുടെ പ്രചരണമാണ് ഇപ്പോൾ ശക്തിയായി നിൽക്കുന്നത്. അതിനെ ചെറുത്ത് തോൽപ്പിച്ചേ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഈ കാണുന്ന പോലെയൊന്നും ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇല്ല. വളരെ നന്ദി. താങ്ക് യു.